ഹലോ എവ്രി വൺ. ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ന്യൂസിലൻഡിൽ എത്തിയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് ന്യൂസിലൻഡിൽ വന്നത്, ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും എങ്ങനെയാണ് ന്യൂസിലൻഡിൽ എത്തിയത്, ഈ ഒരു സ്റ്റോറിയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷനും ഒക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ടീം തറവാടീസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫാമിലി ആയിട്ട് തന്നെ ന്യൂസിലൻഡിലേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചില സർക്കംസ്റ്റാൻസസ് ഒക്കെ കൊണ്ട് ആദ്യം ഞാൻ തന്നെയാണ് വന്നത്, പിന്നീടാണ് ഫാമിലി വന്നത്. അപ്പം ഞങ്ങൾ ഈ എൻറ്റയർ ഒരു സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റിലായിരുന്നു. ഓഗസ്റ്റ് 2023 സോ IELTS ആയിരുന്നു ഫസ്റ്റ് കടമ്പ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഓൾറെഡി ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ ഏജൻസി ത്രൂ കോൺടാക്ട് ചെയ്ത് നമുക്ക് റെഡി ആയിട്ട് വന്നായിരുന്നു. പിന്നെ ലോണിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു. ലോണിൻ്റെ കേസിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പക്കയായിരുന്നു. സോ അത് നമുക്ക് സാങ്ഷൻ ആവാനായിട്ട് അധികം ടൈം കൊടുത്തില്ല. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ എൻഡൊക്കെ ആയി. അപ്പോൾ ആ ടൈമിൽ വിസയ്ക്ക് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വിസ വരാനായിട്ട് കുറച്ച് ടൈം ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ വന്നിരുന്നത് ഫെബ്രുവരി 2024 അപ്പോൾ ഇത്രയും ഡിലേ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഏജൻസികളോട് ഡിസ്കസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിക്ക് ജൂലൈ മന്തിലോട്ട് ഡെഫർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെയാണ് അത് ഡെഫർ ചെയ്ത് ജൂലൈ 2024 ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും സമയം ഉണ്ടല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വിസ നമുക്ക് ഫയൽ ചെയ്താലും ഒരു 4-5 മാസത്തിൻ്റെ അടുത്തുണ്ട്, ഈസി ആയിട്ട് എനിക്ക് വിസ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിനും കുഞ്ഞിനും വിസയ്ക്ക് ഇടാം, അതും പെട്ടെന്ന് തന്നെ വരും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ ആ സമയത്തുള്ള കാൽക്കുലേഷൻ. എനിക്ക് തോന്നുന്നു മാർച്ച് 16 or 13 ആണ് ഞാൻ വിസ ഫയൽ ചെയ്യുന്നത് ഏജൻസി ത്രൂ. സോ വിസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് അവർ പറഞ്ഞ ഒരു 30 ഡേയ്സിനുള്ളിലെല്ലാം വരും വിസ. അത് കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡിനും കുഞ്ഞിനും ഏതെങ്കിലും ഒരു ഇമിഗ്രേഷൻ ലോയർ ത്രൂ വിസയ്ക്ക് നമുക്ക് ഇടാം എന്നുള്ളൊരു ഇതായിരുന്നു നമുക്ക് കിട്ടിയായിരുന്നത്. സോ നമ്മൾ മാർച്ച് 16 നമ്മുടെ വിസയ്ക്ക് ഇട്ടു. 1 വീക്ക് കഴിഞ്ഞു, 2 വീക്ക് കഴിഞ്ഞു, ഏജൻസി പറഞ്ഞ 30 ഡേയ്സും കഴിഞ്ഞു, എന്നിട്ടും നമ്മുടെ ഫയൽ അനങ്ങണില്ല. സോ നമ്മളിപ്പോഴും ഏജൻസിനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർ പറയും എൻ്റെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ വന്നു, അത് റിജക്ഷൻ ആയിരുന്നു, എനിക്ക് മുമ്പുള്ള ആൾക്കാരുടെ വന്നു, അതും ചിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലവർക്ക് റിജക്ഷൻ ആണ്, അതിനുള്ള ഫയൽ എന്താ അനങ്ങാത്തതെന്ന് അറിയാൻ പറ്റണില്ല എന്നുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കൂടുതലും ടെൻഷനായി, ഇതെന്താണാവോ ശരിയാവാത്തത്, ഇത്ര ദിവസമായിട്ട് നമുക്ക് എന്താ വരാത്തത് എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു എനിക്ക് വിസ ശരിക്കും വന്നത് മെയ് 16 or 18 ആ അത്രയും ഒരു ടൈം എടുത്തു. മെയ് ഒരു 3rd വീക്കെങ്കിലും എടുത്തു എൻ്റെ വിസ വരാനായിട്ട്. അതിനെനിക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ടെൻഷനുള്ള കാര്യമാണ് ഈ വിസ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇനീഷ്യലി. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലെ അത്ര പാടില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ന്യൂസിലൻഡ് എടുത്തത്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്, എന്താ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. മേജറായിട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത SOPയുടെ ബേസിലാണ് അവർ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. വിചാരിക്കുന്ന പോലെ അത്ര പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ആൻസർ കൊടുക്കുക, അത് തന്നെ അതൊരു വലിയ കാര്യമായിരിക്കും. അത് ഈസി ആയിട്ട് നമുക്ക് കടക്കാൻ പറ്റും. അങ്ങനെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വിസ വന്നത്. സോ അങ്ങനെ എൻ്റെ വിസ വന്നതിന് ശേഷം പിന്നെ ഹസ്ബൻഡിൻ്റെയും കുഞ്ഞിനും വിസ ഇടാനുള്ളൊരു ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളുടെ ഒരു പ്രിപ്പറേഷനും ഓരോ ഓട്ടപ്പാച്ചിലായിരുന്നു ഫുൾ. അപ്പോൾ അങ്ങനെ ടൈം പോയി. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഇപ്പോൾ എന്തായാലും നമ്മൾ ന്യൂസിലൻഡിൽ എത്തിയതിന് ശേഷം ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും കൊണ്ടുപോവാം. അപ്പോൾ അന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, കാരണം കുഞ്ഞിനെ അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് റെഡിയായി പയ്യെ. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ വന്ന് ഒരു ജൂലൈ മാസം ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്പൗസ് വിസയുടെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വന്ന ഏജൻസി തന്നെ റെഫർ ചെയ്ത് തന്ന ഒരു ഇമിഗ്രേഷൻ ലോയർ ഉണ്ടായിരുന്നു. ആളെ കോണ്ടാക്ട് ചെയ്തു. ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്നുള്ളതൊന്ന് ഗൈഡ് ചെയ്തു. പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു. അങ്ങനെ ഒരു 2 months, ടോട്ടലി പറഞ്ഞ ഒരു 2 monthsന് ശേഷമാണ് പിന്നെ ഹസ്ബൻഡും കുഞ്ഞും ന്യൂസിലൻഡിലേക്ക് എത്തുന്നത്.
ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സ്റ്റോറി. പക്ഷേ ഇതിൽ ഇനീഷ്യലി ഞാൻ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചിനെ മാറി നിൽക്കുന്നു, പിന്നെ ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറണു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു കണക്കിന് തന്നെ വന്നതാണ് നല്ലത്. കാരണം നമ്മൾ വന്ന് ഇവിടെ ഒന്ന് സെറ്റായിട്ട് ഫാമിലീനെ കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും അവർക്കും നമുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമുള്ള കേസുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രഗിളും ഉണ്ടാവത്തില്ല. ഈവൻ ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊന്ന് ഒരാൾ പോയി ഒന്ന് സെറ്റായതിനു ശേഷം ബാക്കി ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ആ ഇനീഷ്യലുള്ളൊരു എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കേസ് അതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ അത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വരാം. പക്ഷെ എപ്പോഴും പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാമിലീനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടുത്തെ. ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് നമ്മൾ സ്പൗസിനെ കൊണ്ടുവരാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് വർക്ക് വിസയാണ് നമ്മൾ ഇടേണ്ടത്. അതുപോലെ കുഞ്ഞിനെയാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയോ ഇടാവുന്നതാണ് ബേസ്ഡ് ഓൺ കുഞ്ഞിൻ്റെ ഏജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ഇയേഴ്സിന് താഴെയുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ കൊണ്ടുവരുന്നതിന് പകരം വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരാം. 5 ഇയേഴ്സാണ് ഇവിടെ നമ്മൾ സ്കൂളിൽ ചേർക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ 5 ഇയേഴ്സ് കഴിഞ്ഞ ഒരാളാണ് അല്ലെങ്കിൽ തികഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും സ്റ്റുഡൻറ്റ് വിസ ഇട്ട് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മളത് സ്റ്റുഡൻറ്റ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനും പിന്നെ ഒരു അഡീഷണൽ ചിലവ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വിസ ഇടുന്നതിന് മുമ്പ് ഈ ഒരു കേസ് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്തിടണതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളും ഇമിഗ്രേഷൻ ലോയർ ത്രൂ ആണ് ഡിപ്പെൻഡൻറ്റ് വിസ പ്രോസസ്സ് ചെയ്തത്. നമുക്കൊരു കോണ്ടാക്റ്റ് കിട്ടിയത് ഞങ്ങളുടെ ഏജൻസി വഴി തന്നെയായിട്ടായിരുന്നു. അപ്പോൾ ഓക്ലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോയർ ആയിരുന്നു. ആളുടെ പേര് അമിത ബെൻസാൽ എന്നാണ്. ആളാണ് ഞങ്ങളുടെ സ്പൗസ് വിസ കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും ഡ്യൂറിങ് നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ ആൻസേഴ്സ് എന്തൊക്കെ ക്ലിയർ ചെയ്ത് തരാനും ക്വറീസ് എല്ലാം കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടൊക്കെ ആൾ ഭയങ്കര ഒരു നമ്മളെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പൗസ് വിസയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിസ ന്യൂസിലൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമിഗ്രേഷൻ ലോയറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആളുടെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളമൊക്കെ ആൾക്ക് ഫ്ലുവൻ്റ് ആണ്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ആളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ വിസ ഫയൽ ചെയ്ത് 21 ഡേയ്സിനുള്ളിൽ ഞങ്ങളുടെ വിസയും വന്നായിരുന്നു. കാരണം നോർമലി എൻ്റെ വിസയ്ക്ക് ഒരുപാട് ടൈം എടുത്തായിരുന്നു. എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സ്പൗസ് വിസ. ആ സമയത്തും ഒരുപാട് ഡിലേ വന്നുകൊണ്ടിരുന്ന ടൈമായിരുന്നു. പക്ഷെ എന്തോ തമ്പുരാൻ്റെ ഒരു കൃപ പിന്നെ ലോയറിൻ്റെ ഒരു കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു ഇതും ഉണ്ടാവും. സോ ഞങ്ങൾക്കൊരു 21 ഡേയ്സിനുള്ളിൽ തന്നെ വിസ കിട്ടിയായിരുന്നു കുഞ്ഞിൻ്റെയും ഹസ്ബൻഡിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ സർവീസ് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ഈ സ്പൗസ് വിസ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ജെനുവിൻ ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കൂട്ടരാണ്. ബാക്കി മറ്റു കൺട്രികളിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ന്യൂസിലൻഡ് ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളിലെയും കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു ജെനുവിൻ റിലേഷൻഷിപ്പാണ്, സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാരേജ് ആണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയാൽ മാത്രമാണ് അവർ സ്പൗസ് വിസ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഒരു ജെനുവിൻ കപ്പിളായിരിക്കാം, ഭയങ്കര ലവ് ആൻഡ് കെയറിങ് ഉള്ള ഒരു ഫാമിലി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടെ നമുക്ക് കാണിക്കാനുള്ള ഡോക്യുമെൻറ്റ്സുകൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മളെ നേരിട്ടോ കാണണില്ല ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ. അവർ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് റീഡ് ചെയ്യും. ആ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സിൻ്റെ ബലത്തിലാണ് നമുക്ക് വിസ പ്രോസസ്സ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ ഒരു സഹായം എപ്പോഴും ആവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം.
പക്ഷെ എപ്പോഴും ഒരു ഇമിഗ്രേഷൻ ലോയറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അഡ്വൈസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. ഡിപ്പെൻഡൻറ്റ് വിസ നമ്മൾ ചെയ്യുമ്പോൾ മേജറായിട്ടും നമുക്ക് കരുതേണ്ട കുറച്ച് ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഡോക്യുമെൻറ്റ് പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് ഓൺ ഓരോ കേസ് അനുസരിച്ച് ഈ ഡോക്യുമെൻറ്റുകളിൽ വ്യത്യാസം ഉണ്ടാവും. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിൻ്റെയോ ചിൽഡ്രൻ്റെയോ പാസ്പോർട്ടാണ്. അതെപ്പോഴും മാൻഡേറ്ററി ആണ്. പിന്നെ ആരാണോ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വൈഫിൻ്റെ, അതായത് വൈഫായിരിക്കും നോർമലി സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ പേജസും എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിനൊരു കറക്റ്റായിട്ടുള്ള അളവും കാര്യങ്ങളെല്ലാം ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സൈസ് അനുസരിച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്, അത് നിങ്ങളുടെ ആധാർ കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ മെഡിക്കൽ, PCC അതൊക്കെ വേണം. മെഡിക്കൽ നമുക്ക് ട്രിവാൻഡ്രത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ന്യൂസിലൻഡിൻ്റെ. അപ്പോൾ അവിടുത്തെ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. PCC നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 6 മന്ത്സിന് താഴെ വാലിഡിറ്റി ഉള്ള PCC ആയിരിക്കണം വേണ്ടത്. മെഡിക്കൽ ഡോക്യുമെൻ്റ് എല്ലാം 3 മന്ത്സിന് ഉള്ളിൽ എടുക്കേണ്ടതായിരിക്കണം. ഇനി വേണ്ട ഒരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ പ്രൂവ് ചെയ്യാൻ പാകത്തിനുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ജെനുവിൻ, സ്റ്റേബിൾ ആൻഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പാണ് കണ്ടിന്യൂ ചെയ്യണേന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ കണ്ട നാൾ മുതൽ എന്നാണോ നിങ്ങൾ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പീരീഡ് വരെയുള്ള നിങ്ങളുടെ ഒരു ടൈം ലൈൻ നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റ്, ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ, പിന്നെ നിങ്ങളുടെ ജോയിൻറ്റ് ഫോട്ടോഗ്രാഫ്സ് അതൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു ജോയിൻറ്റ് ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ജോയിൻറ്റ് ലെറ്ററുകളൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു എന്ന് മൊത്തത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് കൂടെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും വെക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇമോഷണലി കണക്റ്റഡ് ആണെന്നും കൂടി അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പാകത്തിനുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ജെനുവിൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചേർന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരുമിച്ചാണ് നിന്നേന്ന് കാണിക്കാൻ പാകത്തിനുള്ള കുറച്ച് ഡോക്യുമെൻറ്റുകളും നിങ്ങൾ റെഡിയാക്കി വെക്കണം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. വൺസ് ന്യൂസിലൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മീറ്റ് ചെയ്യാനായിട്ടുള്ള ഫിനാൻസ് നിങ്ങളുടെ അടുത്തുണ്ട്. ആൻഡ് വൺസ് പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യലി നമ്മൾ സൗണ്ട് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനുള്ള കുറച്ച് ഡോക്യുമെൻറ്റുകളോടും ഇതിൽ നമ്മൾ കാണിക്കേണ്ടതാണ് ഫയൽ ചെയ്യുന്ന ടൈമിൽ. സോ ഇതൊക്കെയാണ് നമുക്ക് മേജറായിട്ടും വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോക്യുമെൻറ്റുകളെല്ലാം ഓരോ കപ്പിൾസ് അല്ലെങ്കിൽ ഓരോ ഫാമിലി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഒരു സ്റ്റോറി ചിലപ്പോൾ സെയിം ആയിരിക്കത്തില്ല ഞങ്ങളുടെ സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഡോക്യുമെൻറ്റ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നല്ലൊരു ഇമിഗ്രേഷൻ ലോയർക്കാണ് നിങ്ങളെ ഇങ്ങനത്തെ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിയും നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ റെഡി ആക്കേണ്ടതെന്നുള്ളത് അവർ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ ഡോക്യുമെൻറ്റുകളെല്ലാം കറക്റ്റാണ്, ഇത് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിപ്പെൻഡ് ഓൺ കേസ് ടു കേസ് അത് ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എമിഗ്രേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എമിഗ്രേഷൻ ലോയറെ കോൾ ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൾ നിങ്ങളുടെ കേസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. അതുപോലെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്പൗസ് വിസ ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജെനുവിൻ ആണെന്ന് നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസർക്ക് തോന്നണം. അതിന് പാകത്തിനുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വിസയും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വേറൊരു കണ്ടൻറ്റുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.